ഹലോ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയതാട്ടോ, ഒരു മൂവി കാണാൻ വേണ്ടി പോയതാണ്. ഏട്ടനിന്ന് ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് വന്നു വിചാരിച്ചു. വണ്ടിയിൽ കുറച്ച് കാറ്റ് കുറവായിരുന്നു. അപ്പോൾ എയറൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ വേഗം തിയേറ്ററിൽ എത്തി. പുനലൂർ രാമരാജിലാണ് കേട്ടോ എത്തിയത്. അങ്ങനെ പോയി വേഗം ടിക്കറ്റ് എടുത്തു. ഓടിപ്പോയാണ് എടുത്തത്. സമയം വൈകി കേട്ടോ. അങ്ങനെ പിന്നെ ടിക്കറ്റും കൊണ്ട് പോയി സിനിമ തിയേറ്ററിൽ കയറി. സിനിമ കുറച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ കണ്ട് ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോപ്കോണൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് വന്നാണ്. നിയോക്കുട്ടന് കുറച്ച് വിശപ്പുണ്ടായിരുന്നു. കുറച്ച് ഫുഡ് അവൻ കഴിച്ചായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്ന് പോപ്കോണൊക്കെ കഴിച്ചപ്പോൾ ആൾ ഹാപ്പി ആയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞങ്ങ് ഇരുന്നു. ഇൻ്റർവെൽ ടൈമല്ലേ. അങ്ങനെ അച്ഛൻ പോപ്കോണൊക്കെ കഴിച്ച് കുറച്ച് ഇടയിൽ കൂടെ കള്ളക്കണ്ണൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കള്ളനോട്ടം നോക്കുന്നതാണ് ഇവൻ്റെ മെയിൻ. അങ്ങനെ കുറച്ച് കള്ളനോട്ടമൊക്കെ കാണിച്ച് കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡായി എന്നൊരു ഡൗട്ട്. പിന്നെ സിനിമയുടെ കാര്യം പറയുവാണെങ്കിൽ കുറച്ച് പാട്ടുകളിട്ട് ബോറടിപ്പിക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ട്. എന്നാൽ നിയോക്കുട്ടനത് എൻജോയ് ചെയ്തു. അവനൊരു ഡാൻസ് കളിയായിരുന്നു കേട്ടോ ഈ പാട്ടിൻ്റെ സമയത്തൊക്കെ. ഞങ്ങൾ സിനിമയെ കണ്ട് ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന അൽഫാം വന്നു. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ലെന്ന് പറഞ്ഞ് അൽഫാം കണ്ടതും എൻ്റെ ബോധം പോയി ഗൈസ്. പറയാതിരിക്കാൻ വയ്യ. നല്ല ഫുഡായിരുന്നു. വിശപ്പില്ലായിരുന്നു എങ്കിൽ കൂടി അൽഫാം കണ്ടപ്പോൾ എനിക്ക് നല്ല വിശപ്പ് വന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ നല്ലപോലെ കഴിച്ച് മോനും കൊടുത്ത് പിന്നെ കണ്ണാടി മുന്നിൽ പോയി കുറച്ച് സർക്കസൊക്കെ കാണിച്ച് അങ്ങനെ എൻ്റെ സൗന്ദര്യം തന്നെ ഞാൻ കുറച്ച് ആസ്വദിച്ചു ഗൈസ്. പിന്നെ ഒരാവശ്യത്തിന് കടയിൽ കയറിയായിരുന്നു. പിന്നെ നിയോക്കൂട്ടൻ്റെ കയ്യിലിരിക്കുന്ന ടോയ്സ് പറഞ്ഞ് കാറ്റും കൂടെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് മേടിച്ച് കൊടുത്തില്ല. അവനെ പറഞ്ഞ് ഓക്കെ ആക്കി. അങ്ങനെ ഞങ്ങൾ വേഗം ഒരു പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് വേഗം വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.